ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് യൂണിറ്റായി ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് അഥവാ അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന ചാപ്റ്ററിൻ്റെ നോട്ട്സാണ്. അതായത് നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ നോട്ട്സാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയമാണ്, മലയാളത്തിലും പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റീസൺസ് ദാറ്റ് ലെഡ് ടു ദ ഡിസ്കവറി ഓഫ് ആൻ ഈസ്റ്റ്വേർഡ് സീ റൂട്ട് ഫ്രം യൂറോപ്പ് ബൈ ദ എൻഡ് ഓഫ് ദ 15th സെഞ്ചുറി. അതായത് 15th സെഞ്ചുറിയുടെ അവസാനം എന്താണ്, യൂറോപ്പിൽ നിന്ന് കിഴക്കോട്ടുള്ള കടൽമാർഗം കണ്ടെത്താൻ കാരണമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ്, അല്ലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? യെസ്, ടെക്നോളജിക്കൽ അഡ്വാൻസ് ഇൻ യൂറോപ്യൻ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് സെയിലിംഗ്. അതായത് യൂറോപ്യൻ കപ്പൽ നിർമ്മാണത്തിലും അതായത് സെയിലിംഗിലും ഉണ്ടായ സാങ്കേതിക പുരോഗതി. ദെൻ ഗ്രോത്ത് ഇൻ നോളജ് എബൌട്ട് ജിയോഗ്രഫി, അല്ലേ ജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്രം, അല്ലേ ഭൂമിശാസ്ത്ര അറിവിനെ കുറിച്ചുള്ള വളർച്ച, അതിലുണ്ടായ വളർച്ച. ദെൻ അഡ്വാൻസ് മെയ്ഡ് ഇൻ കോമ്പസ് ആൻഡ് മാപ്പ് മേക്കിങ്ങിലും അതുപോലെ തന്നെ കോമ്പസുകളെ ദിശയിലും ഉണ്ടായ നിർമ്മാണത്തിൻ്റെ പുരോഗതി. Then travel writings by voyagers provided knowledge about new territories and their wealth. അതായത് യാത്രികരുടെ യാത്രാ വിവരണങ്ങൾ എന്താണ്, പുതിയ പ്രദേശങ്ങളുടെയും അവയുടെ സമ്പത്തിനെയും കുറിച്ചുള്ള അറിവൊക്കെ നൽകിയല്ലേ. Then the commercial market of Asian products like pepper in Europe. അതുപോലെ യൂറോപ്പിലെ കുരുമുളക് പോലുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന വിപണി. ദെൻ കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദ തുർക്സ്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത്. അപ്പോൾ ഇവയൊക്കെയാണ് അല്ലേ ഘടകങ്ങൾ അഥവാ കാരണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ആർ ദ ഫസ്റ്റ് യൂറോപ്യൻ ടു റീച്ച് ഇന്ത്യ ബൈ സീ അല്ലെ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യർ ആരായിരുന്നു എന്നാണ് ചോദിച്ചത്. ആരാണ്? യെസ്, പോർച്ചുഗീസുകാരാണ് അല്ലെ. ആരാണ്? പോർച്ചുഗീസ്. ദ നെയിം ദ ഫസ്റ്റ് പേഴ്സൺ ഓഫ് പോർച്ചുഗൽ ടു റീച്ച് ഇന്ത്യ ബൈ സീ. അപ്പൊ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വ്യക്തി അല്ലെ, പോർച്ചുഗലിൽ നിന്ന് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വ്യക്തി ആരായിരുന്നു? ആരാണ്? യെസ്, വാസ്കോഡ ഗാമയാണ് അല്ലെ. ആൻസർ എന്താണ്? വാസ്കോഡ ഗാമ. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ. നെയിം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് വാസ്കോഡ ഗാമാസ് വോയേജ്. വാസ്കോഡ ഗാമയുടെ യാത്ര ആരംഭിച്ച സ്ഥലം ഏതായിരുന്നു കൂട്ടുകാരെ? ലിസ്ബൺ ആണ് അല്ലെ. എന്താണ്? ലിസ്ബൺ. ദെൻ വിച്ച് പ്ലേസ് വേർ വാസ്കോഡ ഗാമ അറൈവ്ഡ്? വിച്ച് ഇയർ? വിച്ച് പ്ലേസ് വേർ വാസ്കോഡ ഗാമ അറൈവ്ഡ്? വാസ്കോഡ ഗാമ അറൈവ് ചെയ്ത്, അതായത് എത്തിച്ചേർന്ന സ്ഥലം ഏതാണ്? ദെൻ വിച്ച് ഇയർ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. കാപ്പാട് നിയർ കോഴിക്കോടാണ് അല്ലേ. കോഴിക്കോടിനടുത്ത് കോഴിക്കോട് കാപ്പാടിനടുത്താണ് അല്ലേ വാസ്കോഡ ഗാമ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. വിച്ച് ഇയർ? ഇൻ 1498 അല്ലേ. 1498 അല്ലേ. ആൻസർ എന്താണ്? 1498. Then sixth question. Name the ocean and continents Vasco da Gama traversed. വാസ്കോഡ ഗാമ സഞ്ചരിച്ച സ്ഥലങ്ങളല്ലേ, കോണ്ടിനെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് വാസ്കോഡ ഗാമ കടന്നുപോയ സമുദ്രങ്ങളും അതുപോലെ ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെന്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓഷ്യൻസും എഴുതണം, കോണ്ടിനെന്റ്സും ഉണ്ട് അല്ലേ. ടെക്സ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണല്ലോ ഇത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഓഷ്യൻസ് നോക്കാം. അറ്റ്ലാന്റിക് ഓഷനും ഇന്ത്യൻ ഓഷനും അല്ലേ. ദെൻ കോണ്ടിനെന്റ്സ് ഏതൊക്കെയായിരുന്നു? യൂറോപ്പും ആഫ്രിക്ക, ഏഷ്യ. യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ. ദെൻ സെവൻത് ക്വസ്റ്റ്യൻ. വിച്ച് ലെഡ് ടു ദ കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ജമോറിയൻ ആൻഡ് പോർച്ചുഗീസ്. അതായത് സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിലുണ്ടായ കോൺഫ്ലിക്ട്സ്, സംഘർഷത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ് അല്ലേ. എന്തായിരുന്നു കാരണം? നമുക്കറിയാം. ദ ജമോറിയൻ ഡിഡ് നോട്ട് ഗിവ് ദ പോർച്ചുഗീസ് എ മൊണോപ്പൊളി ഇൻ ട്രേഡ്. അതായത് വ്യാപാരത്തിന്റെ കുത്തവകാശം സാമൂതിരി നൽകിയില്ല? ആർക്ക് നൽകിയില്ല? പോർച്ചുഗീസുകാർക്ക് നൽകിയില്ല അല്ലേ. ദ ജമോറിയൻ ഡിഡ് നോട്ട് ഗിവ് ദ പോർച്ചുഗീസ് എ മൊണോപ്പൊളി ഇൻ ട്രേഡ്. അതായത് വ്യാപാരത്തിന്റെ കുത്തക അവകാശം സാമൂതിരി പോർച്ചുഗീസുകാർക്ക് നൽകിയില്ല. ഇതായിരുന്നു അല്ലേ അവർ തമ്മിൽ സംഘർഷം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത്. Okay, then eighth question നോക്കാം. The profit generated in this journey encouraged the Portuguese to make similar commercial trips to India. Justify ചെയ്യാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അതായത് വാസ്കോഡ ഗാമയുടെ യാത്രയിലെ ലാഭം എന്താണ്? പോർച്ചുഗീസുകാരെ സമാന യാത്രകൾ നടത്താൻ പ്രേരിപ്പിച്ചത് എങ്ങനെയാണ്? ജസ്റ്റിഫൈ ചെയ്ത് എഴുതാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. വാസ്കോഡ ഗാമ റിട്ടേൺ ഹോം വിത്ത് ഗുഡ്സ് വിത്ത്
60 times more than the cost of his journey അല്ലേ. This encouraged the Portuguese to make similar commercial trips to India. അതായത് വാസ്കോഡ ഗാമ അദ്ദേഹത്തിന്റെ യാത്രാ ചെലവിന്റെ എത്ര മടങ്ങാണ്? 60 times more അല്ല, അതായത് 60 മടങ്ങ് അല്ലേ വിലയുള്ള സാധനങ്ങളായിട്ടാണ് അദ്ദേഹം തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് ദിസ് എൻകറേജ് ദ പോർച്ചുഗീസ് ടു മേക്ക് സിമിലർ കൊമേഴ്ഷ്യൽ ട്രിപ്സ് ടു ഇന്ത്യ. അപ്പൊ ഇത് കൂടുതൽ വ്യാപാര യാത്രകൾ നടത്താൻ ആർക്ക് പ്രചോദനമായി? വാസ്കോഡ ഗാമയ്ക്ക് പ്രചോദനമായി അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം എന്താണ്? Who were the naval chiefs of the Zamorian? സമോറിയരുടെ നാവികസേന മേധാവികൾ ആരായിരുന്നു? യെസ്, ഫേമസ് ആയിട്ടുള്ള കുഞ്ഞാലി മരക്കാർ അല്ലേ. ആരാണ്? ദ കുഞ്ഞാലി മരക്കാർസ്. ആൻസർ എന്താണ്? ദ കുഞ്ഞാലി മരക്കാർസ്. Okay, the next question. Find out the list and impact of Portuguese contact in India in different areas അല്ലേ. എന്താ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് ഔട്ട് ആൻഡ് ലിസ്റ്റ് ദ ഇമ്പാക്ട് ഓഫ് പോർച്ചുഗീസ് കോണ്ടാക്ട് ഇൻ ഇന്ത്യ ഡിഫറെൻറ്റ് ഏരിയാസ്. അതായത് ഇന്ത്യയിലെ പോർച്ചുഗീസ് ബന്ധത്തിൻ്റെ സ്വാധീനങ്ങൾ പൊളിറ്റിക്കൽ ഫീൽഡ്, അഗ്രികൾച്ചറൽ സെക്ടർ, നോളജ് സെക്ടർ, കൾച്ചറൽ സെക്ടർ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ പൊളിറ്റിക്കൽ ഫീൽഡിൽ എന്തൊക്കെ ഇമ്പാക്ട്സ് ആണ് ഉണ്ടായിട്ടുള്ളത്? ഇസ് ദ ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് ഇൻ ഇന്ത്യ അല്ലേ. ഫോർട്ട് മാനുവൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൊച്ചി. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായിട്ടുള്ള ഫോർട്ട് മാനുവൽ എന്ത് ചെയ്തു? കൊച്ചിയിൽ സ്ഥാപിച്ചു അല്ലേ. ദെൻ അഗ്രികൾച്ചറൽ സെക്ടർ നോക്കൂ. കാഷ്യൂ ട്രീ, പറങ്കിമാവ് അല്ലേ, നമുക്കറിയാം നമ്മുടെ പറങ്കിമാവ്. ദെൻ പപ്പായ, ഗ്വാവ ആൻഡ് പൈനാപ്പിൾ വേർ ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പോൾ എന്തൊക്കെയാണ്? കശുമാവ്, പപ്പായ, പേര, കൈതച്ചക്ക എന്നിവയൊക്കെ പരിചയപ്പെടുത്തിയ അല്ലേ. ദെൻ നോളജ് സെക്ടറിൽ ഉണ്ടായിരുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രിന്റിംഗ് ടെക്നോളജി വാസ് പോപ്പുലറൈസ്ഡ്. പ്രിന്റിംഗ് ടെക്നോളജി എന്ത് ചെയ്തു? പ്രചരിപ്പിച്ചു അല്ലേ. ദെൻ കൾച്ചറൽ സെക്ടറിൽ എന്താണ്? ആർട്ട് ഫോം സച്ച് ആസ് ചവിട്ടുനാടകം ആൻഡ് മാർഗംകളി വെർ പോപ്പുലറൈസ്ഡ്. ചവിട്ടുനാടകം അതുപോലെ തന്നെ മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങളൊക്കെ എന്താക്കി? പോപ്പുലറൈസ്ഡ് ആക്കി അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പൊളിറ്റിക്കൽ സെക്ടറിൽ നോക്കാം. ദ റീജിയൻസ് ഓഫ് കൊച്ചി, ഗോവ ആൻഡ് ദാമൻ ദിയു കെയിം അണ്ടർ ദ റൂൾ ഓഫ് ദ പോർച്ചുഗീസ് അല്ലേ. കൊച്ചി, ദാമൻ, ദിയു എന്നിവയ്ക്ക് എന്തായി? പോർച്ചുഗീസ് ഭരണത്തിൽ കീഴിലായി അല്ലേ. ദെൻ ട്രെയിനിങ് വാസ് ഗിവൺ ഇൻ വാർ ടാക്ടിക്സ് ആൻഡ് യൂറോപ്യൻ വെപ്പൺസ്. ദെൻ നെക്സ്റ്റ് നമുക്ക് കാർഷിക മേഖലയിൽ നോക്കാം. പൈനാപ്പിൾ വെർ ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഏതൊക്കെയായിരുന്നു? കശുമാവ്, പപ്പായ, പേര, കൈതച്ചക്ക എന്നിവയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് നോളജ് സെക്ടറിൽ അല്ലേ. ക്രിസ്ത്യൻ റിലീജിയസ് എഡ്യൂക്കേഷൻ സെന്റേഴ്സ് വേർ സ്റ്റാർട്ടഡ് അല്ലേ. ക്രിസ്ത്യൻ റിലീജിയസ് എഡ്യൂക്കേഷൻ സെന്റേഴ്സ് വേർ സ്റ്റാർട്ടഡ്. ക്രൈസ്തവ പഠന കേന്ദ്രങ്ങളൊക്കെ ആരംഭിച്ചു. ദെൻ സാംസ്കാരിക മേഖലയിൽ കൾച്ചറൽ എന്താണ്? യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷൻ വാസ് സ്റ്റാർട്ടഡ്. യൂറോപ്യൻ ശൈലിയിലുള്ള നിർമ്മാണ രീതി ആരംഭിച്ചു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ യൂറോപ്യൻസ് ഹൂ കെയിം ടു ഇന്ത്യ ആഫ്റ്റർ ദ പോർച്ചുഗീസ് ഫ്രം. പോർച്ചുഗീസുകാർക്ക് ശേഷം വന്നത് ആരാണെന്നാണ് അല്ലേ. ആദ്യത്തെ യൂറോപ്യർ ആരായിരുന്നു? യെസ്, ഡച്ചുകാരാണ് അല്ലേ. ദേ ആർ ആൾസോ നോൺ ആസ് ദ ഡച്ച്. ദെൻ വാട്ട് വർ ദ മേജർ ട്രേഡിംഗ് സെന്റേഴ്സ് ഓഫ് ദ ഡച്ച് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഡച്ചുകാരുടെ പ്രധാനപ്പെട്ടുള്ള ട്രേഡിംഗ് സെന്റേഴ്സ് ഏതൊക്കെയാണ്? നാഗപട്ടണം, ബറോച്ച്, ദെൻ അഹമ്മദാബാദ് ആൻഡ് ചിൻസുരയാണ് അല്ലേ. ഏതൊക്കെയാണ്? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. The next question, name the war in which the Dutch lost their supremacy in India, or name the first battle in which European power lost to an Indian ruler. Okay, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദ വാർ ഇൻ വിച്ച് ദ ഡച്ച് ലോസ്റ്റ് ദെയർ സൂപ്രമസി ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ ഡച്ചുകാർക്ക് അവരുടെ സൂപ്രമസി നഷ്ടപ്പെടാനുണ്ടായ യുദ്ധം ഏതെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. ഏതായിരുന്നു? ബാറ്റിൽ ഓഫ് കുളച്ചൽ ആണല്ലേ. അതായത് കുളച്ചൽ വാറാണ്. ഇയർ ഏതാണ്? യെസ്, 1741 ആണ് അല്ലേ. 1741 ഏത് യുദ്ധം ഉണ്ടായിട്ടുള്ളത്? അതെ, കുളച്ചൽ യുദ്ധം അല്ലേ. ഇൻ 1741 മാർത്താണ്ഡവർമ്മ ഹു റൂൾ ട്രാവൻകൂർ ക്ലാഷ്ഡ് വിത്ത് ദ ഡച്ച് അറ്റ് കൊളച്ചൽ. അപ്പോൾ കൊളച്ചലിൽ വെച്ചിട്ട് എന്താണ്? തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മ ആരെ പരാജയപ്പെടുത്തി? യെസ്, ഡച്ചുകാരെ പരാജയപ്പെടുത്തി അല്ലേ. ഇതാണ് ബാറ്റിൽ ഓഫ് കൊളച്ചൽ എന്ന് പറയുന്നത്. കൊളച്ചൽ വാർ ഇയർ പഠിച്ചു വെക്കുക, 1741.
Then 14th question, the greatest contribution of the relationship with the Dutch is the work of Hortus Malabaricus. ജസ്റ്റിഫൈ ചെയ്യാനാണല്ലോ. അതായത് ഹോർട്ടൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിന്റെ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ, അതിന്റെ പ്രധാനപ്പെട്ട സംഭാവനകൾ എന്തൊക്കെയായിരുന്നു നമുക്കറിയാം. ദി ഇൻഫോർമേഷൻ അബൌട്ട് 742 മെഡിസിനൽ പ്ലാന്റ്സ് ഓഫ് കേരള ഇസ് പ്രസന്റഡ് ഇൻ ദിസ് ബുക്ക്. ഈ ബുക്കിലാണല്ലോ, അതായത് കേരളത്തിലെ എത്രയാണ് 742 742 ഔഷധ സസ്യങ്ങളെ കുറിച്ചിട്ട് ഈ ബുക്കിൽ പറയുന്നുണ്ടല്ലേ. ദെൻ ഹെൻറിക് വാൻ റീഡ് ആൻഡ് ദ ഡച്ച് ഗവർണർ വാസ് ദ കമ്പൈലർ ഓഫ് ദിസ് വർക്ക്. ഡച്ച് ഗവർണർ ആയിട്ടുള്ള ആരായിരുന്നു? ഹെൻറിക് വാൻ റീഡ് ആണല്ലേ ഈ സമാഹരിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ഇട്ടി അച്യുതൻ ആൻഡ് ഇൻഡിജിനിയസ് മെഡിക്കൽ പ്രാക്ടീഷണർ ഹെൽപ്ഡ് ഹിം ഇൻ ദിസ് കോമ്പോസിഷൻ. അപ്പം നമ്മുടെ മലയാളി ഇട്ടി അച്യുതൻ ഉൾപ്പെടെയുള്ള നിരവധി പണ്ഡിതരൊക്കെ ഇതിന് സഹായിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ ആരൊക്കെയാണ്? അപ്പു ഭട്ട്, രംഗ് ഭട്ട് ആൻഡ് വിനായക ഭട്ട് ആൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദ കോമ്പോസിഷൻ. പിന്നെ ആരൊക്കെയാണ്? അപ്പു ഭട്ടുണ്ട്, രംഗഭട്ടും വിനായക ഭട്ടൊക്കെ ഇതിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. Then Hortus Malabaricus was the first book to printed with some Malayalam words. കുറച്ച് മലയാളം വാക്കുകൾ അച്ചടിച്ച ആദ്യ ഗ്രന്ഥമായിരുന്നു ഇത്. യെസ്, ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത് അല്ലേ. ദിസ് വർക്ക് വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു മലയാളം ആൻഡ് ഇംഗ്ലീഷ് ബൈ ഡോക്ടർ KS മണിലാൽ. അപ്പോൾ ഇത് മണിലാലാണ് മലയാളത്തിലും ഇംഗ്ലീഷിലും വിവർത്തനം ചെയ്തിട്ടുള്ളത്. ആരാണ്? ഡോക്ടർ KS മണിലാലാണ്. ഓക്കെ, ദെൻ 15th ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ കർണാട്ടിക് വാർസ്. കർണാട്ടിക് വാറിനെ കുറിച്ചിട്ട് ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ് അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ദ വാർ ഫോർട്ട് ബിറ്റ്വീൻ ദ ബ്രിട്ടീഷ് ആൻഡ് ദ ഫ്രഞ്ച് ഫോർ ഡൊമിനൻസ് ഇൻ സൗത്ത് ഇന്ത്യ ആർ നോൺ ആസ് ദ കർണാട്ടിക് വാർസ്. അപ്പോൾ എന്താണ് ഈ കർണാട്ടിക് വാർ എന്ന് പറയുന്നത്? ഇസ് ദ വാർസ് ഫോർട്ട് ബിറ്റ്വീൻ ദ ബ്രിട്ടീഷ് ആൻഡ് ദ ഫ്രഞ്ച് ഫോർ ഡൊമിനൻസ് ഇൻ ദ സൗത്ത് ഇന്ത്യ അല്ലേ. അതായത് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യ അല്ലേ. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ഡൊമിനൻസിന് വേണ്ടിയിട്ട്, ആധിപത്യത്തിന് വേണ്ടിയിട്ട് ആരൊക്കെ തമ്മിൽ നടത്തിയ യുദ്ധമാണ്? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും നടത്തിയ യുദ്ധമാണ് കർണാട്ടിക് വാർ എന്നറിയപ്പെടുന്നത്. ദ ബ്രിട്ടീഷ് വോൺ ഇൻ ദിസ് ഡിസീവ് വാർ. അപ്പോൾ ഇതിൽ ആരാണ് വിജയിച്ചത് ഈ വാറില്? ബ്രിട്ടീഷുകാരാണ് അല്ലെ വിജയിച്ചത്. ആസ് എ റിസൾട്ട് ഫ്രഞ്ച് ഡൊമിനൻസ് വാസ് റിഡ്യൂസ്ഡ് ടു പോണ്ടിച്ചേരി, യാനം, കാരക്കൽ ആൻഡ് മാഹി. അപ്പോൾ ഇതിന്റെ റിസൾട്ട് ആയിട്ട് എന്താണ്? ആസ് എ റിസൾട്ട് ഫ്രഞ്ച് ഡൊമിനൻസ് അല്ലെ, ഫ്രഞ്ച് ആധിപത്യം പോണ്ടിച്ചേരി, കാരക്കൽ, യാനം, മാഹി എന്നിവിടങ്ങളിലേക്കായിട്ട് എന്തായി? ചുരുങ്ങി. Okay, the next question നോക്കാം. Frame a table on the major centers under the control of Portuguese, Dutch and French. അപ്പോൾ പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച് നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സെന്റേഴ്സ് ആണ് അല്ലെ. പോർച്ചുഗീസിന്റെ കീഴിൽ ഏതൊക്കെയായിരുന്നു? കൊച്ചി, ഗോവ, ദാമൻ, ദിയു ആണ് അല്ലെ. ദെൻ ഡച്ചില് നാഗപട്ടണം, ചിൻസുര, അഹമ്മദാബാദ്, ബറൌച്ച്. ദെൻ ഫ്രഞ്ചില് പോണ്ടിച്ചേരി, കാരക്കൽ, യാനം, മാഹി. ഓക്കെ, നമുക്ക് 17ാമത്തെ ചോദ്യം നോക്കാം. ഹൗ ദ കമ്പനി അറ്റൈൻ ഡൊമിനൻസ് ഇൻ മദ്രാസ്, ബോംബെ ആൻഡ് കൽക്കത്ത ആൻഡ് ഇന്റർഫിയർഡ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദിസ് ടെറിട്ടറീസ്. അതായത് മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നിവിടങ്ങളിലൊക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ ഡൊമിനൻസ് എങ്ങനെയാണ് അറ്റൈൻ ചെയ്തത്, സ്ഥാപിച്ചതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ്? യെസ്, ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ കമ്പനി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് ഒബ്റ്റെയിൻ പെർമിഷൻ ഫ്രം ദ മുഗൾ എംപറർ ജഹാംഗീർ ടു സെറ്റപ്പ് ഫാക്ടറി ഇൻ സൂറത്ത്, ഗുജറാത്ത്. അവിടെ സൂറത്ത്, ഗുജറാത്തിലെ, അതായത് കമ്പനിയുടെ പ്രതിനിധിയായിട്ടുള്ള ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് എന്ത് ചെയ്യാണ്? മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ജഹാംഗീറിൽ നിന്ന് ഗുജറാത്തിലെ സൂറത്തിൽ എന്ത് ചെയ്യാണ്? ഫാക്ടറി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അനുമതി നേടുകയാണ് അല്ലേ. ദ കമ്പനി ദെൻ സ്റ്റാർട്ടഡ് ഫാക്ടറീസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. തുടർന്നിട്ട് എന്താണ്? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കമ്പനി എന്ത് ചെയ്തു? ഫാക്ടറികൾ സ്ഥാപിച്ചു. After gaining dominance in Madras, Bombay and Kolkata, the company began to interfere the administration of these territories. പിന്നീട് എന്താണ്? മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നിവിടങ്ങളിലൊക്കെ ആധിപത്യം നേടിയ ശേഷം കമ്പനി എന്ത് ചെയ്യാണ്? അവിടുത്തെ ഭരണകാര്യങ്ങളിലെ അഡ്മിനിസ്ട്രേഷണൽ കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇടപെടാൻ തുടങ്ങി. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ബാറ്റിൽ ഓഫ് പ്ലാസി. പ്ലാസി യുദ്ധത്തെക്കുറിച്ച് ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ് അല്ലേ. The British established political dominance in India with the Battle of Plassey in 1757. അതായത് 1757 പ്ലാസി യുദ്ധത്തോടെയാണ് ആര്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിച്ചത് അല്ലേ. ദ നവാബ് ഓഫ് ബംഗാൾ സിറാജുദ്ദൗള വാസ് ഡിഫീറ്റഡ് ഇൻ ദിസ് ബാറ്റിൽ ബൈ ദ ഫോഴ്സസ് ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലെഡ് ബൈ റോബർട്ട് ക്ലൈവ് അല്ലേ. അതായത് ബംഗാൾ നവാബായിരുന്ന സിറാജുദ്ദൗളയെ എന്താണ്? റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈന്യം എന്ത് ചെയ്തു? പരാജയപ്പെടുത്തി.
പരാജയപ്പെടുത്തി അല്ലേ, ഡിഫീറ്റ് ചെയ്ത്, അത് പരാജയപ്പെടുത്തി. ദ കോൺക്വസ്റ്റ് ഓഫ് ബംഗാൾ ഹെൽപ്ഡ് ദ ബ്രിട്ടീഷ് ടു ബ്രിങ് അതർ പാർട്സ് ഓഫ് ഇന്ത്യ അണ്ടർ ദെയർ കൺട്രോൾ. അങ്ങനെ ബംഗാൾ പിടിച്ചടക്കിയത് എന്താണ്, ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങൾ കീഴടക്കാൻ ബ്രിട്ടീഷുകാർക്ക് സഹായകമായി അല്ലേ. ദെൻ ലാൻഡ് ടാക്സസ് ഇൻ അഗ്രികൾച്ചറൽ റീച്ച് ബംഗാൾ ഹെൽപ്ഡ് ദ ബ്രിട്ടീഷ് ബിൽഡ് അപ്പ് ദെയർ മിലിറ്ററി പവർ ആൻഡ് റൈസ് മണി ടു കോൺക്വർ ദ റെസ്റ്റ് ഓഫ് ദ കൺട്രി. അതായത് ബംഗാളിലെ കാർഷിക നികുതി വരുമാനം എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷുകാരുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പ്ലാസി യുദ്ധത്തെ കുറിച്ചിട്ട് എഴുതുമ്പോൾ എഴുതാവുന്നതാണ്. അപ്പോൾ പോയിന്റ്സ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഷോർട്ട് പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതുക. ദെൻ റൈറ്റ് ഷോർട്ട് ഓൺ ബാറ്റിൽ ഓഫ് ബക്സാർ ആണ് അല്ലേ. ബക്സാർ യുദ്ധത്തെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം. വിത്ത് ദ ബാറ്റിൽ ഓഫ് ബക്സാർ ഇൻ 1764 ദ കമ്പനി അക്വയർഡ് ദ റൈറ്റ് ടു കളക്ട് ടാക്സസ് ഇൻ ദ പ്രൊവിൻസസ് ഓഫ് ബീഹാർ, ബംഗാൾ ആൻഡ് ഒറീസ അല്ലേ. അതായത് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിലൊക്കെ നികുതി പിരിക്കാനുള്ള അവകാശം 1766 ബക്സാർ യുദ്ധത്തിലൂടെ ആർക്ക് ലഭിക്കുകയാണ്, കമ്പനിക്ക് ലഭിച്ചു അല്ലേ. വിത്ത് ദാറ്റ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസൻസ് ഇന്ത്യ ബിക്കെയിം സ്ട്രോങ്ങർ. അപ്പോൾ ഇതോട് കൂടിയിട്ട് എന്താണ്, കമ്പനിയുടെ ഭരണാധികാരം ശക്തിപ്പെട്ടു അല്ലേ. കമ്പനിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രസൻസ് ബിക്കെയിം സ്ട്രോങ്ങർ ആയിട്ട് മാറി. The British defeated the combined forces of the Mughal ruler Shah Alam II, then Nawab of Oudh, then Shuja ud Daula and the Nawab of Mangal Mirga Singh in this battle. അപ്പോൾ ആരൊക്കെയാണ്, മുഗൾ ചക്രവർത്തിയായ ഷാ ആലം സെക്കൻഡ്, ദെൻ നവാബ് ഷൂജ ഔദ്, നവാബ് ഓഫ് ഔദ്, ദെൻ ആരാ നെക്സ്റ്റ്, ഷൂജ ഉദ് ദൗള, നവാബ് ഓഫ് ബംഗാൾ നവാബായ മിർഗ സിംഗ് അല്ലേ. മിർഗ സിംഗ് ഇസ് ദിസ് ബാറ്റിൽ. അതായത് മുഗൾ ചക്രവർത്തി ഷാ ആലം രണ്ടാമൻ, അവധ് നവാബായ ഷൂജ ഉദ് ദൗള, ബംഗാൾ നവാബായ മിർഗ സിംഗ് എന്നിവരുടെ സംയുക്ത സേനയെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, പരാജയപ്പെടുത്തി അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് അതിൽ എഴുതാവുന്നതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെൻഡ് മീ 2000 സോൾജിയേഴ്സ്, ഐ വിൽ കോൺകർ ഇന്ത്യ. റോബർട്ട് ക്ലൈവ് വൈ ഡു ഹി കമൻഡ് ലൈക്ക് ദിസ്. അപ്പോൾ എന്താണ് റോബർട്ട് ക്ലൈവ് പറഞ്ഞത്, സെൻഡ് മീ 2000 സോൾജിയേഴ്സ്, എനിക്ക് 2000 സൈനികരെ തന്നെ ഞാൻ എന്ത് ചെയ്യും, ഐ വിൽ കോൺകർ ഇന്ത്യ, ഞാൻ ഇന്ത്യയെ കീഴടക്കുമെന്ന് റോബർട്ട് ക്ലൈവിൻ്റെ വാക്കുകളാണല്ലേ. വൈ ഡു ഹി കമൻഡ് ലൈക്ക് ദിസ്, എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതെന്നാണ് ചോദിച്ചത്. എന്തുകൊണ്ടായിരുന്നു, ഡിസ്യൂണിറ്റി എമംഗ് ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അല്ലെ. ഡിസ്യൂണിറ്റി എമംഗ് ദ ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്, അതായത് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ തമ്മിലൊരു ഐക്യം ഉണ്ടായിരുന്നോ, ഇല്ലല്ലേ. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യമില്ലായ്മ. ദെൻ മിലിറ്ററി ആൻഡ് ടെക്നോളജിക്കൽ സൂപ്രമസി ഓഫ് ദ ബ്രിട്ടീഷുകാരുടെ സൈനിക സാങ്കേതിക മേൽക്കോയ്മയല്ലേ. മിലിറ്ററി ആൻഡ് ടെക്നോളജിക്കൽ സൂപ്രമസി ഓഫ് ബ്രിട്ടീഷ്. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണങ്ങളല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ആംഗ്ലോ മൈസൂർ വാർസ്. ആംഗ്ലോ മൈസൂർ വാർസിനെ കുറിച്ചൊരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണല്ലേ. ഓക്കെ, നമുക്ക് എന്തൊക്കെ എഴുതാം. ഫോർട്ട് ബിറ്റ്വീൻ ദ സദേൺ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് മൈസൂർ ആൻഡ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ആരൊക്കെ തമ്മിലാണ്, മൈസൂർ രാജ്യവും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലായിരുന്നല്ലേ. ആംഗ്ലോ മൈസൂർ വാർസ് എന്ന് പറയുന്നത്, ദ മൈസൂർ ആർമി വാസ് ലെഡ് ബൈ ഹൈദർ അലി ഹു വാസ് ദ റൂളർ ഓഫ് മൈസൂർ ആൻഡ് ഹിസ് സൺ ടിപ്പു സുൽത്താൻ. മൈസൂർ സേനയെ ഹൈദർ അലിയുടെയും പിന്നീട് മകൻ ടിപ്പു സുൽത്താൻ്റെയും നേതൃത്വത്തിലായിരുന്നു അല്ലേ. ദ കമ്പനി ആർമി ആൻഡ് ദ മൈസൂർ സുൽത്താൻ ക്ലാഷ്ഡ് 4 times, 4 തവണ യുദ്ധം നടന്നിട്ടുണ്ട്. ആഫ്റ്റർ ഹൈദർ അലീസ് ഡെത്ത് 1782 ടിപ്പു സുൽത്താൻ കമാൻഡഡ് ദ മൈസൂർ. അങ്ങനെ 1782 അല്ലേ. ഹൈദർ അലീസ് ഡെത്തിൽ ദ ടിപ്പു സുൽത്താൻ കമാൻഡഡ് ദ മൈസൂർ ഫോഴ്സസ്. അതായത് ഇവിടെ നോക്കൂ, ആഫ്റ്റർ ഹൈദർ അലീസ് ഡെത്ത് ടിപ്പു സുൽത്താൻ കമാൻഡഡ് ദ മൈസൂർ ഫോഴ്സ്. ദെൻ നെക്സ്റ്റ്, ഇൻ ദ 4th മൈസൂർ വാർ ഓഫ് 1799 മൈസൂർ ഫെൽ വെൻ ടിപ്പു സുൽത്താൻ വാസ് കിൽഡ് ബൈ ദ കമ്പനി ഫോഴ്സസ്. അങ്ങനെ 1799 4ാം മൈസൂർ യുദ്ധത്തിൽ എന്താണ്, ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുകയാണ് അല്ലേ. അങ്ങനെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. 22ാമത്തെ ചോദ്യം നോക്കാം. ദ ആംഗ്ലോ മറാത്ത വാർ ആർ ആംഗ്ലോ സിഖ് വാർ ഷോർട്ട് നോട്ട്. ആംഗ്ലോ മറാത്ത വാർസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ആംഗ്ലോ സിഖ് വാർസിനെ കുറിച്ചിട്ടും ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ് അല്ലേ.
ഓക്കെ, നമുക്ക് ഫസ്റ്റ് എഴുതാം. ഫോർട്ട് ബിറ്റ്വീൻ ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് ദ മറാത്ത കിങ്ഡം. അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിലായിരുന്നു എന്ത്? ആംഗ്ലോ മറാത്ത വാർസ് അല്ലേ. വിത്ത് ദ തേർഡ് ആംഗ്ലോ മറാത്ത വാർ മറാത്ത ടെറിട്ടറീസ് കെയിം അണ്ടർ ദ ബ്രിട്ടീഷ് കൺട്രോൾ. മൂന്നാം ആംഗ്ലോ മറാ യുദ്ധത്തോടെ എന്താണ്? മറാത്ത ടെറിട്ടറീസ് ആരുടെ നിയന്ത്രണത്തിലായി? ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി അല്ലേ. വിത്ത് ദ ഡിഫീറ്റ് ഓഫ് ദ സിഖ്സ് in the Anglo-Sikh wars between English East India Company and Sikhs, Punjab came under the British rule. അതായത് സിഖുകാരുടെ പരാജയത്തോടെ പഞ്ചാബ് ആരുടെ കീഴിലായി? അതും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് ഓഫ് ദ മെയിൻ ഇവന്റ്സ് ഓഫ് ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡൊമിനൻസ് ഇന്ത്യ. അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആധിപത്യത്തിൻ്റെ പ്രധാന സംഭവങ്ങളാണ് അല്ലേ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 അല്ലേ. ദെൻ ഡൊമിനേറ്റഡ് ടെറിട്ടറീസ്, മദ്രാസ് കൈവശപ്പെടുത്തിയത് 1639. ദെൻ ബോംബെ എന്നായിരുന്നു 1662. ദെൻ കൽക്കട്ട 1698 അല്ലേ. ദെൻ ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് നടന്നിട്ടുള്ളത് 1757. ദെൻ ബക്സാർ 1764 അല്ലേ. ദെൻ ആംഗ്ലോ മൈസൂർ വാർ 4 വാറുകൾ ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ദെൻ ആംഗ്ലോ മറാത്ത വാർസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഉണ്ട് അല്ലേ. ദെൻ ആംഗ്ലോ സിഖ് വാർസ് ഫസ്റ്റും സെക്കൻഡും ഇയർ കൊടുക്കുന്നുണ്ട്. Okay, then next, what were the methods adopted by the British procure maximum wealth from the conquered territories of India? എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യയിൽ കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്ന് പരമാവധി സമ്പത്ത് നേടാൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച മാർഗങ്ങൾ എന്തൊക്കെയായിരുന്നു? ട്രേഡ് ഉണ്ടല്ലേ, വ്യാപാരമുണ്ട്, അതുപോലെ തന്നെ ടാക്സ് കളക്ഷൻ, നികുതി പിരിവ്, ആൻഡ് വാർസ് അല്ലേ, യുദ്ധങ്ങളും ഇതൊക്കെയാണല്ലേ. Okay, then make the table on the tax policies implemented by the British. Tax, implemented areas, executed persons, features എന്നിവയാണ് അല്ലേ. ഫസ്റ്റ് നോക്കുന്നത് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ആണ്. ഇംപ്ലിമെന്റഡ് ഏരിയാസ് ഏതൊക്കെയാണ്? നടപ്പിലാക്കിയ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ബംഗാൾ, ബീഹാർ, ഒറീസ. ദെൻ എക്സിക്യൂട്ടഡ് പേഴ്സൺ നടപ്പിലാക്കിയത് ആരാണ്? ലോർഡ് കോൺവാലിസ് ആണ് അല്ലേ. പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ലോർഡ് കോൺവാലിസ് ആണ്. ദെൻ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? അതിന്റെ സവിശേഷതകൾ. ദ സെമീന്ദാർ where the landlords collected high taxes on the behalf of the British. Then എന്താണ്? farmers were required to pay fixed amount as tax regardless of the fluctuation in yield. അതായത് വിളവെടുപ്പിൽ മാറ്റം ഉണ്ടായാലും നിശ്ചിത നികുതി അവർ നൽകേണ്ടതായിട്ട് വരികയാണ് അല്ലേ. ദെൻ റൈറ്റ് വാരി 1820. ദെൻ ഇംപ്ലിമെന്റഡ് ഏരിയ സൗത്ത് ഇന്ത്യ ആൻഡ് ഡെക്കാൻ. ദെൻ എക്സിക്യൂട്ടീവ് പേഴ്സൺ ആരാണ്? തോമസ് മൺട്രോയും ഉണ്ട്, അലക്സാണ്ടർ റീഡും ഉണ്ട് അല്ലേ. തോമസ് മൺട്രോ ആൻഡ് അലക്സാണ്ടർ റീഡ്സ്. ദെൻ സവിശേഷതകൾ എന്തൊക്കെയാണ്? പെസൻസ് were considered ലാൻഡ് ലോഡ്സ്. പെസൻസ് കർഷകരെ എന്താക്കി മാറ്റി? ലാൻഡ് ലോഡ്സ് ആക്കിയിട്ട് കൺസിഡർ ചെയ്തിരുന്നു അല്ലേ. ദെൻ ദ ബ്രിട്ടീഷ് കളക്ടഡ് ടാക്സ് ഡയറക്ട്ലി ഫ്രം ദ. നികുതി നേരിട്ട് കർഷകരിൽ നിന്ന് പിരിക്കുകയാണ്. ദ ബ്രിട്ടീഷ് സെയ്സ്ഡ് ദ ലാൻഡ് ഓഫ് ഫാർമേഴ്സ് ഹൂ ഫെയിൽ ടു പേ ടാക്സസ്. നികുതി അടയ്ക്കാത്തവരുടെ ഭൂമി എന്ത് ചെയ്തു? പിടിച്ചെടുത്തു അല്ലേ, സെയ്സ് ചെയ്തു. ദെൻ മഹൽവാരി സിസ്റ്റം 1822 ആണല്ലേ. നോർത്ത് ഇന്ത്യ, സെൻട്രൽ ഇന്ത്യ, പഞ്ചാബാണ് നടപ്പിലാക്കിയ പ്രദേശങ്ങൾ. ദെൻ ഹോൾട്ട് മാക്കിൻസ് ആണ് അല്ലേ. ആരാണ്? ഹോൾട്ട് മാക്കൻസി ആണ് നടപ്പിലാക്കിയ ആള്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ദ വില്ലേജ് വാസ് ട്രീറ്റഡ് ആസ് എ യൂണിറ്റ് ആൻഡ് ടാക്സ് വാസ് കളക്റ്റഡ്. ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആക്കി കണക്കാക്കിയിട്ടാണ് അല്ലേ നികുതി പിരിച്ചിരുന്നത്. ദെൻ ദ വില്ലേജ് വിച്ച് ഡിഫോൾട്ടഡ് ഇൻ ടാക്സ് പേയ്മെന്റ് വാസ് അനക്സഡ് ടു ബ്രിട്ടീഷ് ഇന്ത്യ. Okay, then 26th question നോക്കാം. Write the general features of the taxation system implemented by the British. ബ്രിട്ടീഷ് നികുതി നയങ്ങൾ ഇന്ത്യൻ കർഷകരെ എങ്ങനെയാണ് ഇതിന്റെ സവിശേഷതകളാണല്ലേ ചോദിച്ചുള്ള. റൈറ്റ് ദ ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ദ ടാക്സേഷൻ സിസ്റ്റം ഇംപ്ലിമെന്റഡ് ബൈ ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ടാക്സേഷൻ സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ്, പൊതു സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? ജനറൽ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഹയർ ടാക്സ് റേറ്റ് ഉണ്ട് അല്ലേ, ഉയർന്ന നികുതി നിരക്കുണ്ട്. ദെൻ കളക്റ്റഡ് ടാക്സസ് ഡയറക്ട്ലി ഫ്രം ദ ഫാമേഴ്സ്. അതുപോലെ തന്നെ എന്താണ്? ആ നികുതി നേരിട്ട് കർഷകരിൽ നിന്ന് പിരിച്ചിരുന്നു അല്ലേ. ദെൻ സെയ്സ്ഡ് ദ ലാൻഡ് ഫാർമേഴ്സ് ഹു ഫെയിൽ ടു പേ ടാക്സസ്. അപ്പോൾ ടാക്സ് അടയ്ക്കാൻ കഴിയാത്തവരിൽ നിന്ന് എന്താ ചെയ്തത്? കർഷകരുടെ ഭൂമി അവരെന്ത് ചെയ്യും? പിടിച്ചെടുക്കും അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ദ ബ്രിട്ടീഷ് ടാക്സ് പോളിസീസ് എഫക്റ്റഡ് ദ ഫാർമേഴ്സ് ഓഫ് ഇന്ത്യ. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഹൗ ദ ബ്രിട്ടീഷ് ടാക്സ് പോളിസീസ് എഫക്റ്റഡ് ഫാർമേഴ്സ് ഓഫ് ഇന്ത്യ. അതായത് ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങളിൽ ഇന്ത്യയിലെ
ഇന്ത്യൻ ഫാർമേഴ്സിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തിട്ടുള്ളത്, ബാധിച്ചിട്ടുള്ളത് എന്നാണ് അല്ലെ. എങ്ങനെയൊക്കെയാണ്? ഫാമേഴ്സ് ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു പേ ദ ഹൈ ടാക്സസ് അല്ലെ, അതായത് ഉയർന്ന നികുതി നൽകാൻ അവർക്ക് എന്ത് ചെയ്തു, ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു അല്ലെ. ഈവൻ ഇഫ് ക്രോപ്സ് വേർ ഡാമേജ്ഡ് ഡ്യൂ ടു ഫ്ലഡ് ഓർ ഡ്രോട്ട് ദർ വാസ് നോ ടാക്സ് റിലീഫ്. അതുപോലെ വെള്ളപ്പൊക്കം, വരൾച്ച എന്നിവ മൂലം എന്തെങ്കിലും വിളനാശമൊക്കെ സംഭവിച്ചാലും എന്താണ്, നികുതി ഇളവ് ലഭിച്ചില്ല അല്ലെ. ദർ വാസ് നോ ടാക്സ് റിലീഫ്. Then farmers had to rely on money lenders to avoid losing their farmland. Debt-ridden farmers lost their land. അപ്പോൾ എന്തൊക്കെയാണ്? ഫാർമേഴ്സ് ഹാഡ് ടു റിലേ ഓൺ മണി ലെൻഡേഴ്സ് ടു അവോയ്ഡ് ലോസിങ് ദെയർ ഫാം ലാൻഡ്. ഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യേണ്ടി വരുന്നു? പണമിടപാടുകാരെ അതായത് മണി ലെൻഡേഴ്സിനെ ആശ്രയിക്കേണ്ടതായിട്ട് വന്നു. ദെൻ ഡെപ്റ്റ് റിഡൻ ഫാർമേഴ്സ് ലോസ്റ്റ് ദെയർ ലാൻഡ്. അതുപോലെ തന്നെ കടബാധ്യത കാരണം പലർക്കും എന്ത് ചെയ്യേണ്ടി വന്നു? പല കർഷകർക്കും ഭൂമി നഷ്ടപ്പെടുന്ന അവസ്ഥയും ഉണ്ടായി അല്ലേ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. ലൈക്ക് ദ പെസൻസ് ദ ബ്രിട്ടീഷ് പോളിസീസ് മെയ്ഡ് ദ ലിവ്സ് ഓഫ് ആർട്ടിസൻസ് ആൾസോ മിസറബിൾ. ജസ്റ്റിഫൈ ചെയ്ത് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അതായത് ബ്രിട്ടീഷ് നയങ്ങൾ എന്താണ്, കരകൗശല തൊഴിലാളികളുടെ ജീവിതത്തിലും എന്ത് ചെയ്തു, മിസറബിൾ ആക്കി അല്ലെ, ദുരിതത്തിലാക്കി. ജസ്റ്റിഫൈ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എഴുതാം? മെഷീൻ മെയ്ഡ് പ്രൊഡക്ട്സ് ഫ്രം ബ്രിട്ടൻ വേർ ഇമ്പോർട്ടഡ് ടു ഇന്ത്യ. അതായത് ബ്രിട്ടനിൽ നിർമ്മിച്ച യന്ത്രോൽപ്പന്നങ്ങൾ എന്ത് ചെയ്യാണ്, ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുകയാണ് അല്ലേ. ഡ്യൂ ടു ദ കോമ്പറ്റീഷൻ വിത്ത് സച്ച് പ്രൊഡക്ട്സ് ദ മാർക്കറ്റ് ഓഫ് ഹാൻഡിക്രാഫ്റ്റ്സ് പ്രൊഡക്ട്സ് സച്ച് ആസ് കോട്ടൺ, സിൽക്ക് വൂൾ, ക്ലോത്ത്സ്, പോയട്രി, ലെതർ ആൻഡ് എഡിബിൾ ഓയിൽ വാസ് ലോസ്റ്റ് അല്ലേ. പരുത്തി, പട്ട്, അതുപോലെ തന്നെ എന്താണ് കമ്പിളി വസ്ത്രങ്ങൾ, മൺപാത്രങ്ങൾ, തുകലുൽപ്പന്നങ്ങൾ, അതുപോലെ ഭക്ഷ്യ എണ്ണ തുടങ്ങിയ കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് എന്ത് ചെയ്യാണ്, വിപണി നഷ്ടപ്പെടുകയാണ് അല്ലേ. Then this led to the loss of employment for those engaged in handicrafts. അപ്പോൾ എന്താണ്, നിരവധി this lost the employment of those engaged in പലവർ ഉപേക്ഷിക്കാൻ നിർബന്ധരായി അല്ലേ. Many were forced to give up their traditional occupation. പലരും പാരമ്പര്യ തൊഴിലുകൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി. Then this led to the loss of employment for those engaged in handicraft. Okay, then 29ാമത്തെ ചോദ്യം. Name the author of ആനന്ദമഠം അല്ലെ. ആനന്ദമഠം എന്ന ബംഗാളി നോവൽ എഴുതിയത് ആരാണ്? നെയിം ദ ആനന്ദമഠം എന്നവിടെ വരേണ്ടത്. ബംഗാളി നോവൽ. ആനന്ദമഠം എന്ന ബംഗാളി നോവലിന്റെ രചയിതാവ് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് അല്ലെ. ബങ്കിം ചന്ദ്ര ചാറ്റർജി. അപ്പം അത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പം എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.